അപ്പം ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇവിടെ വൈകുന്നേരമൊക്കെ ഞങ്ങളിങ്ങനെ വന്നിരിക്കും. നല്ല കാറ്റാണ്, നല്ല സുഖമാണ്. ഇവിടെ നിന്ന് പട്ടമൊക്കെ ഇവിടെ നിന്ന് നിങ്ങൾ പറത്തും. ആമിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിത്താന്നും പറഞ്ഞുകൊണ്ട് വേള. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ആപ്പിളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എന്നാ ഉണ്ടാക്കണ്ടേ? ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് വൈകുന്നേരമൊക്കെ. ഞങ്ങൾ മിക്ക ദിവസവും ഇവിടെ വന്നിരിക്കും. നമ്മുടെ കൃഷിയൊക്കെ ഇവിടെയുണ്ട്. നല്ല കാറ്റാണ്, നല്ല സുന്ദരമായ കാറ്റാണ്. കുറേ നിൽക്കുന്ന തെങ്ങ് നമ്മുടെ അല്ല കേട്ടോ, അത് അപ്പുറത്തെ വീട്ടിലെ നമ്മുടെ ഇങ്ങോട്ടാണ് വന്നത്. വേണമെങ്കിൽ കരിക്കറ്റിട്ട് കുടിക്കാം, പക്ഷേ നമുക്ക് അനുവാദം ഇല്ലാത്തതുകൊണ്ട് ഇടത്തില്ല. അപ്പോൾ നമുക്ക് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം അല്ലേ? ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കസ്റ്റാർഡ് പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുകയാണ്. 2 സ്പൂണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ശകലിച്ച പാലൊഴിച്ച് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ നമ്മൾ നല്ലോണം പാലുമായിട്ട് മിക്സ് ചെയ്ത് ഇപ്പം നല്ല ലൂസായി, കട്ടിയൊന്നുമില്ല. ഇനി നമുക്ക് ഒരു 1/2 ലിറ്റർ പാലൊന്ന് തിളപ്പിക്കാം. 1/2 ലിറ്റർ പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നല്ലോണം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര നമുക്ക് വേണ്ടിയത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ വലിയ 2 സ്പൂണിന് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ മധുരത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പോരെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇതിന് പാല് നല്ലതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ പാല് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിക്കുന്നതിന് മുമ്പ് അത് കട്ട പിടിച്ചിട്ടുണ്ടോ എന്നൊന്ന് നോക്കണം. കട്ട പിടിച്ചിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. നമുക്ക് പാലിലേക്ക് കസ്റ്റാർഡ് പൗഡർ പയ്യെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം യോജിപ്പിക്കുക, പാലുമായിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ തീരെ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കുറുകിപ്പോവും. കട്ടയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ടേസ്റ്റോടുകൂടി കഴിക്കാനൊരു സുഖം കിട്ടത്തില്ല. അപ്പോൾ നല്ലോണം യോജിപ്പിക്കുക. പാലും കസ്റ്റാർഡ് പൗഡറും നല്ലോണം മിക്സ് ആവണം. തീ നല്ല കുറച്ച് വെക്കണം, കൂട്ടി വെക്കരുതും. അങ്ങനെ നമുക്ക് നല്ല ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പാലിനകത്ത് നമ്മുടെ കസ്റ്റാർഡ് പൗഡറൊക്കെ ചേർത്ത് നല്ലതായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഫ്രൂട്ട്സ് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തണുക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി കൊണ്ടുവരാം, മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഒരു മാതളം എടുത്തിട്ടുണ്ട്. അനാറെന്ന് പറയും മാതളം, പിന്നെ മുന്തിരി, അതുപോലെ ആപ്പിള്, പിന്നെ പൂവമ്പഴം, ഞാലിപ്പൂവനാണ്. ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കറുത്ത മുന്തിരി കിട്ടിയില്ല. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ ചേർക്കാം, അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ. അപ്പോൾ നമ്മളതൊന്നും ഇപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. ലോക്ക്ഡൗൺ ആണ്, അധികമായിട്ടുള്ള ചിലവ് ഇപ്പം ചെയ്യാതിരിക്കലാണ് നല്ലത്. കാരണം നമ്മുടെ ലോക്ക്ഡൗൺ എവിടം വരെ പോകുമെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ആപ്പിൾ ഇട്ട് കൊടുക്കാം. നല്ല മഴയാണ് പുറത്ത് കേട്ടോ, അടിപൊളി മഴ. അപ്പോൾ നമുക്ക് കുറച്ച് ആപ്പിൾ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് മാതളം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രൂട്ട്സ് മൊത്തം നമ്മളിതിലേക്ക് ഇട്ട് ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന കുറച്ച് അനാറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് 2-3 ചെറിപ്പഴവും ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ചെറി മേടിച്ചിട്ടുണ്ട്, അതും കൂടിയൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പം നമ്മുടെ ഫ്രൂട്ട് സലാഡിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ച് നമുക്ക് കഴിക്കാം. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം.